പദവി ആവശ്യപ്പെട്ട് താൻ യെച്ചൂരിക്ക് കുറിപ്പ് നൽകിയിട്ടില്ലെന്ന് വി.എസ്. അച്യുതാനന്ദൻ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കീറക്കടലാസിൽ എഴുതി നൽകേണ്ട കാര്യം തനിക്കില്ലെന്നും പദവി ആവശ്യപ്പെട്ട് പെട്ടെന്ന് യെച്ചൂരി പറഞ്ഞിട്ടില്ലെന്നും വി.എസ്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് കരുതിയല്ല പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയതെന്നും ഒരു പ്രമുഖ പത്രം തനിക്കെതിരെ ഉമ്മൻചാണ്ടിയുടെ പിന്തുണയോടെ കള്ളപ്രചരണം നടത്തുന്നുവെന്നും വി.എസ്. ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനാകും. സോണിയാഗാന്ധിക്ക് ഉപദേശക പദവി നൽകും. മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി AICC ഉടൻ പുനഃസംഘടിപ്പിക്കും. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി ചേരും. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേർന്നുണ്ട്. സർലിംഗ്, എപ്പോഴേക്കായിരിക്കും പുതിയ തീരുമാനങ്ങൾ നടപ്പാക്കാവുന്നത്? അതിനുള്ള മുന്നോടിയായുള്ള മീറ്റിംഗുകളൊക്കെ പുരോഗമിക്കുന്നുണ്ടോ? കുടുംബത്തിൽ നിന്ന് ഒരാളെ കൂടി കണ്ടെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ഉപാധ്യക്ഷനായ രാഹുൽ ഗാന്ധി അടുത്ത കോൺഗ്രസ് അധ്യക്ഷനാകുമെന്ന് സൂചന. സോണിയാഗാന്ധിക്ക് പകരം രാഹുൽ ഗാന്ധിക്ക് ചുമതല നൽകാൻ ഉടൻ ചേരുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം തീരുമാനിക്കും. അതിനുശേഷം AICC അംഗങ്ങളുടെ ചിന്തൻ ശിബിർ വിളിച്ച് അധ്യക്ഷനാക്കാനാണ് തീരുമാനം. പാർട്ടി ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും അടുത്ത മാസം യോഗം ചേരും. രാഹുൽ ഗാന്ധിയോടൊപ്പം സച്ചിൻ പൈലറ്റ്, വക്താവ് രൺദീപ് സിംഗ് സുർജേവാല, അജയ് മാക്കൻ തുടങ്ങിയവരും നേതൃനിരയിലെത്തും. അഹമ്മദ് പട്ടേൽ അടക്കമുള്ള പഴയ വൃദ്ധ നേതൃത്വങ്ങളെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി വിശദമായ പുനഃസംഘടനയുണ്ടാകും. അടുത്ത വർഷം നടക്കുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരിക്കും. ഇവിടങ്ങളിൽ സ്ഥിതി മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അതേസമയം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പും കേരളമടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയെ നയിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു. എല്ലാ സ്ഥലത്തും കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതിനെതിരെ ദിഗ്വിജയ് സിംഗ് അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സർക്കാർ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുമെന്ന് നിയുക്ത അഡ്വക്കേറ്റ് ജനറൽ CP സുധാകർ പ്രസാദ്. വീണ്ടും AG-ആകാനായതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. ചീഫ് ജസ്റ്റിസിനെ കണ്ട് പറയും കേസുകൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലും മറ്റുമൊക്കെ. നമുക്ക് ഇപ്പോൾ ടാക്സോ പിന്നെ റവന്യൂ റിക്കവറിയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, കേസുകൾ പെട്ടെന്ന് തീർക്കണമെന്നും ചീഫ് ജസ്റ്റിസിനെ റിക്വസ്റ്റ് ചെയ്യും. ലാൻഡ് അക്വിസിഷൻ കേസുകൾ അത് കഴിഞ്ഞോണ ധാരാളം പെൻഡൻസികളാണ്. ഇപ്പോൾ എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് കഴിയുന്ന വേഗം തീർക്കണം. തീർത്തില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ധാരാളം പോകും ഗവൺമെൻറ്റിന്. അതൊരു ഐറ്റം ഗവൺമെൻറ് ഇപ്പോൾ ഇപ്പോഴത്തെ രീതി എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞോണ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞോണ കുറേ ഏറെ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ചു. 5 വർഷത്തിനകം അന്താരാഷ്ട്ര നിലവാരമുള്ള 100 കളിക്കാരെ കേരളത്തിൽ വാർത്തെടുക്കുമെന്ന് സച്ചിൻ പറഞ്ഞു. ഇതിനായി ഒരു റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമി ആരംഭിക്കാനും ചർച്ചയിൽ ധാരണയായി. ടീമിന്റെ പുതിയ ഓഹരി ഉടമകളായ നാഗാർജുനയും ചിരഞ്ജീവിയും സച്ചിനൊപ്പം ചർച്ചയിലുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമ സച്ചിൻ ടെണ്ടുൽക്കർ തിരുവനന്തപുരത്ത് എത്തിയത് മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഓഹരി ഉടമകളായ നാഗാർജുന, ചിരഞ്ജീവി, അല്ലു അരവിന്ദ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. കുട്ടികളിൽ ഫുട്ബോൾ അഭിരുചി കണ്ടെത്തുന്നതിനായി കേരളത്തിൽ ഒരു റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമി തുടങ്ങും. ഫുട്ബോൾ വികസനത്തിനായുള്ള 5 വർഷത്തെ രൂപരേഖയും തയ്യാറാക്കി. 5 വർഷത്തിനകം അന്താരാഷ്ട്ര നിലവാരമുള്ള 100 ടോപ്പ് ക്ലാസ് ഫുട്ബോൾ താരങ്ങളെ വാർത്തെടുക്കുമെന്ന് സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞു. And the vision is to have an academy, a residential academy where youngsters can chase their dreams, be able to create that interest level and generate 100 top class footballers in the next 5 years is our vision. കേരളത്തിൽ ഫുട്ബോളിൻ്റെ സമഗ്ര പുരോഗതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മദ്യം, മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരായ സർക്കാരിൻ്റെ പ്രചരണത്തിൽ സച്ചിനെ കൂടി പങ്കാളിയാക്കാൻ ആഗ്രഹമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാട്ടിൽ മദ്യം, മയക്കുമരുന്ന് ഇതിൻ്റെ എല്ലാം ഉപഭോഗം വല്ലാതെ വർദ്ധിക്കുന്നതുകൊണ്ട് അതിനെതിരെയുള്ള പ്രചരണം ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത്തരം പ്രചരണ പരിപാടികളിൽ ശ്രീ സച്ചിൻ ടെണ്ടുൽക്കറുടെ പേര് ഉപയോഗിക്കുന്നതിനുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അത് അദ്ദേഹം പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഉപഹാരമായി കായിക മന്ത്രി EP ജയരാജൻ സച്ചിൻ ടെണ്ടുൽക്കറിന് ആമാടപ്പെട്ടി കൈമാറി. കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനായി ഇന്നലെ സച്ചിൻ, ചിരഞ്ജീവി, നാഗാർജുന എന്നിവരുമായി തിരുപ്പതിയിൽ വെച്ച് ചർച്ച നടത്തിയിരുന്നു. കഴിഞ്ഞ സീസണിൽ ഓഹരി പങ്കാളികളായ ആന്ധ്ര ഗ്രൂപ്പ് പിന്മാറിയതിനെ തുടർന്ന് ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു സച്ചിൻ ടീം നോക്കി നടത്തിയിരുന്നത്. പുതിയ ഓഹരി ഉടമകൾ വരുന്നതോടെ സാമ്പത്തികമായി ടീം മെച്ചപ്പെട്ട നിലയിലെത്തുമെന്നാണ് കരുതപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ,
തിരുവനന്തപുരം. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ജനുവരി 1-ന് ശേഷം മന്ത്രിസഭയെടുത്ത വിവാദ തീരുമാനങ്ങൾ പരിശോധിക്കുന്നതിനുള്ള LDF മന്ത്രിസഭാ ഉപസമിതി ഇന്ന് യോഗം ചേരും. മന്ത്രി AK ബാലൻ കൺവീനറായുള്ള 6-അംഗ സമിതിയാണ് ഇന്ന് യോഗം ചേരുന്നത്. മെത്രാൻകായൽ ഉൾപ്പെടെയുള്ള ഭൂമി വിഷയങ്ങളിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭ വിവാദ തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഇക്കാര്യങ്ങൾ സമിതി വിശദമായി പരിശോധിച്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. മന്ത്രിമാരായ തോമസ് ഐസക്, VS സുനിൽകുമാർ, മാത്യു ടി തോമസ്, AK ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. സംസ്ഥാനത്ത് IAS തലത്തിലും അഴിച്ചുപണി. രാജനാരായണസ്വാമി കൃഷി സെക്രട്ടറിയാകും. പോൾ ആന്റണി വൈദ്യുതി വകുപ്പ് സെക്രട്ടറിയും M ശിവശങ്കർ IT സെക്രട്ടറിയുമാകും. V സെന്തിൽ ആസൂത്രണ വകുപ്പ് സെക്രട്ടറി ചുമതല ഏറ്റെടുക്കും. മെഡിക്കൽ പ്രവേശന പരീക്ഷാഫലം വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു. 1,04,787 പേർ യോഗ്യത നേടി. 1-ാം റാങ്ക് കണ്ണൂർ സ്വദേശി മുഹമ്മദ് മുനവറിനും 2-ാം റാങ്ക് ചെന്നൈ സ്വദേശി ലക്ഷൺതവിനും 3-ാം റാങ്ക് എറണാകുളം സ്വദേശി ബെൻസൺ അൽദോയ്ക്കും ലഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ആരോഗ്യമന്ത്രി KK ശൈലജയ്ക്ക് കോപ്പി നൽകിയാണ് ഫലം പ്രസിദ്ധീകരിച്ചത്. 1 മുതൽ 10 വരെ റാങ്കുകൾ ഇപ്രകാരം: മുഹമ്മദ് മുനവർ VV, ലക്ഷൺദേവ് B, ബെൻസൺ ജേക്ക്, റമീസ ജഹാൻസ, കെവിൻ ജോയ്, അജയ് S നായർ, ആസിഫ് മോഹൻ K, ഹരികൃഷ്ണൻ K, അലീന അഗസ്റ്റിൻ, നിഹാല A. SC വിഭാഗത്തിൽ ബിപിൻ G രാജന് 1-ാം റാങ്കും അരവിന്ദ് രാജന് 2-ാം റാങ്കും ലഭിച്ചു. ST വിഭാഗത്തിൽ കാസർഗോഡ് സ്വദേശിനി മേഘന വിക്കാണ് 2-ാം റാങ്ക്. MBBS BDS കോഴ്സുകളിലേക്ക് 1-ാം ഘട്ട അലോട്ട്മെന്റ് ജൂലൈ 15-ന് മുൻപായി നടക്കും. 2-ാം ഘട്ട അലോട്ട്മെന്റ് ഓഗസ്റ്റ് 22-ന് മുൻപും നടക്കും. പ്രവേശനം പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 31-ആണ്. കുട്ടികൾ കുറവുള്ളതിന്റെ പേരിൽ ഒരു സ്കൂളും അടച്ചുപൂട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. സ്കൂളാണ്. ഒരു കുട്ടി ആയാലും പഠിച്ചാൽ അത് ഈ സമൂഹത്തിന് നേട്ടമാണെന്നാണ് കണക്ക്. അവിടെ സാമ്പത്തിക ലാഭനഷ്ടമല്ല. ഈ മാസം മധ്യത്തോടെ പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 1-ാം റാങ്ക് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും പ്രോത്സാഹനം നൽകിയ എല്ലാവരോടും നന്ദിയുണ്ടെന്നും മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ 1-ാം റാങ്ക് ലഭിച്ച മുഹമ്മദ് മുനവർ പറഞ്ഞു. ഇപ്പോൾ വളരെയധികം സന്തോഷം. 10 റാങ്കിനുള്ളിൽ പ്രതീക്ഷിച്ചിരുന്നു. 10 റാങ്ക് കിട്ടിയത് ഞാൻ പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ 1 വർഷം റിപ്പീറ്റേഴ്സ് കോഴ്സിന് പോയിരുന്നു. +2 കഴിഞ്ഞ് 1 കൊല്ലം വീണ്ടും കോച്ചിങ്ങിന് പോയിട്ടാണ് എക്സാം ചെയ്തത്. SLC ഫുൾ A+, +2 ഫുൾ A+ ആയിരുന്നു. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ റാങ്ക് 1144 മധ്യവേനലവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നപ്പോൾ 4 ലക്ഷത്തിലധികം കുരുന്നുകളാണ് പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് എത്തിയത്. കുട്ടികളെ വരവേൽക്കുന്നതിനായി എല്ലാ സ്കൂളുകളിലും വിപുലമായ രീതിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് നിർവഹിച്ചു. അധ്യയന വർഷത്തിന് തുടക്കമായപ്പോൾ 4 ലക്ഷത്തിലധികം കുരുന്നുകളാണ് സ്കൂളുകളിൽ ആദ്യാക്ഷരത്തിന്റെ മധുരം നുകരാനായി എത്തിയത്. നവാഗതരെ സ്വീകരിക്കാനായി വിപുലമായ രീതിയിലാണ് സ്കൂളുകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നത്. മധുരം നൽകിയും പൂക്കൾ വിതരണം ചെയ്തും അക്ഷരത്തൊപ്പി അണിയിച്ചും പായസം വിതരണം ചെയ്തും പുതിയ കുട്ടികളെ അധ്യാപകരും മുതിർന്ന കുട്ടികളും ചേർന്ന് ആനയിക്കുകയായിരുന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് വേദിയായത് തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. മനോഹരമായ പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരമായിരുന്നു ഇവിടെ കുട്ടികളെ വരവേറ്റത്. മേയർ VK പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസത്തിൽ പല നിർവചനങ്ങളും കൂട്ടിച്ചേർത്ത് ഒരു നല്ല നിർവചനം എന്ന രീതിയിൽ ഞാൻ പറയാറുള്ളത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന സാമൂഹിക പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നാണ്. ഈ സങ്കല്പം എല്ലാവരുടെയും മനസ്സിലുണ്ടായാൽ മതി. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചായത്ത് തലങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കി പ്രവേശനോത്സവം ശ്രദ്ധേയമാക്കി. കളിയും ചിരിയും അറിവും പഠനവുമായി മറ്റൊരു അധ്യയന വർഷം കൂടി. ഇനി സ്കൂൾ മുറ്റത്ത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പറവൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട സഹോദരങ്ങൾ ആദ്യ ദിനം തന്നെ സ്കൂളിലെത്തി.
നെടുങ്ങോലം ഗവൺമെന്റ് സ്കൂളിലാണ് കൃഷ്ണയും കിഷോറും പഠിക്കുന്നത്. അതേസമയം ഇരുവരുടെയും പഠന ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. അച്ഛന്റെയും അമ്മയുടെയും ഓർമ്മകൾക്ക് മുന്നിൽ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് ഇരുവരും സ്കൂളിലേക്ക് ഇറങ്ങിയത്. വെടിക്കെട്ട് ദുരന്തം നൽകിയ ആഘാതം ഉള്ളിലൊതുക്കി മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം അവർ വാങ്ങി. നെടുങ്ങോലം സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കൃഷ്ണയ്ക്കും 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ കിഷോറിനും ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മാത്രമാണ് കൈമുതൽ. GHS നെടുങ്ങോലത്താണ് പഠിക്കുന്നത്. ഞാൻ 1ാം ക്ലാസ് തൊട്ട് അവിടെ തന്നെ പഠിക്കാൻ തുടങ്ങിയത്. ഇഷ്ടപ്പെട്ട വിഷയം ബയോളജിയാണ്. ഞാൻ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് കൂട്ടുകാരെ കാണുന്ന സന്തോഷവും ഉണ്ട്, വിഷമവും ഉണ്ട്. ഇരുവരെയും എത്ര ബുദ്ധിമുട്ടിയായാലും അവർ ആഗ്രഹിക്കുവോളം പഠിപ്പിക്കാനാണ് തീരുമാനമെന്നും എന്നാൽ ഇരുവരുടെയും പഠന ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് മുത്തശ്ശി പരാതിപ്പെട്ടു. അവരറിയേണ്ട ആവശ്യമില്ല, അവർ പഠിക്കട്ടെ. സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്, അവർ എത്ര വേണമെങ്കിലും പഠിപ്പിക്കാമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ അവർ മുമ്പോട്ടൊന്നിനും വന്നിട്ടില്ല. വീട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഒന്നിനും അവർ വന്നിട്ടില്ല. പരവൂർ ദുരന്തത്തിൽ അച്ഛനെയോ അമ്മയോ നഷ്ടപ്പെട്ട കുട്ടികളും ഇന്ന് എല്ലാ ദുഃഖങ്ങളും മറന്ന് സ്കൂളുകളിലേക്ക് പ്രതീക്ഷകളോടെ പോയി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൈരളി TV ഒരുക്കുന്ന മെഗാ ഷോ ഉത്സവ് 2016 നാളെ വൈകിട്ട് 6 മണിക്ക് കുറ്റപ്പുഴ ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രശസ്ത ഗായകരായ ഉണ്ണി മേനോൻ, റിമി ടോമി തുടങ്ങിയവരുടെ സംഗീത വിരുന്നും ചലച്ചിത്ര താരങ്ങളും നർത്തകരുമായ ഷംന കാസിം, സരയു എന്നിവരുടെ നേതൃത്വത്തിലുള്ള നൃത്തവിരുന്നും ചലച്ചിത്ര താരമായ ഹരിശ്രീ അശോകൻ നയിക്കുന്ന ഹാസ്യവിരുന്നും അടക്കം 75ഓളം കലാകാരന്മാർ 3 മണിക്കൂർ നീളുന്ന മെഗാഷോയാണ് നടത്തുക. വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാനും നഗരസഭാ അധ്യക്ഷനുമായ KV വർഗീസ്, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് വി ആന്റണി, കൈരളി TV സീനിയർ AGM സുനിൽ, PRO അജയൻ അമ്പലപ്പാട് എന്നിവർ പങ്കെടുക്കും. നിലപാടിന്റെ ഭാഗമായിട്ടാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പ്രശസ്തരായ സിനിമ, സീരിയൽ രംഗത്തെ നിരവധി വ്യക്തികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. JDA യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. LDF-ലേക്ക് പോകണമെന്ന ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളുടെയും അഭിപ്രായം തള്ളിക്കളഞ്ഞതാണ് വിമർശനത്തിന് ഇടയാക്കിയത്. നേമത്തും വടകരയിലും അമ്പലപ്പുഴയിലും കോൺഗ്രസ് കാലുവാരിയെന്നും യോഗത്തിൽ വിലയിരുത്തൽ. കൂടുതൽ വിവരങ്ങളുമായി കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, അതിരൂക്ഷമായ വിമർശനങ്ങൾ, ശ്രേയാംസ് അടക്കമുള്ളവർ യോഗത്തിൽ നിന്ന് നിൽക്കുന്നു എന്ന വാർത്തകളും വരുന്നു. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിവരങ്ങൾ. സൗമ്യ, JDU വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു വാർത്തയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. JDUവിന്റെ നേതൃയോഗം കോഴിക്കോട്ട് രാവിലെ ആരംഭിച്ച യോഗം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് ശേഷം യോഗം വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു. മുൻ മന്ത്രി KP മോഹൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിൽ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത സംസ്ഥാന ഭാരവാഹികൾ ഭൂരിഭാഗം പേരും നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം, MP വീരേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. LDF-ലേക്ക് പോകണമെന്ന് സംസ്ഥാനത്തെ 12 ജില്ലാ കമ്മിറ്റികളും അഭിപ്രായപ്പെട്ടിരുന്നു. ഭൂരിഭാഗം നേതാക്കളും അത്തരം അഭിപ്രായമാണ് സ്വീകരിച്ചത്. എന്നാൽ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും ഏതാനും ചില നേതാക്കളുടെ അഭിപ്രായ പ്രകാരം, അതായത് KP മോഹന്റെയും മനയത്ത് ചന്ദ്രന്റെയും അഭിപ്രായ പ്രകാരം UDF-ൽ തന്നെ തുടർന്നത് വലിയ തിരിച്ചടികൾക്ക് കാരണമായി എന്ന വിലയിരുത്തലാണ് യോഗത്തിലുണ്ടായിരിക്കുന്നത്. ഇത്തരം നിലപാട് സ്വീകരിച്ചതിനെതിരെ, അതായത് ഭൂരിപക്ഷത്തിന്റെ നിലപാടുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായം സ്വീകരിച്ച് UDF-ൽ തന്നെ തുറന്ന നിലപാടെതിരെ അതിശക്തമായ ഭാഷയിലാണ് യോഗത്തിൽ പങ്കെടുക്കുന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഷെയ്ഖ് പി ഹാരിസ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ MP വീരേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. അത് മറ്റ് ജില്ലാ പ്രസിഡന്റുമാരും മാത്രം അഭിപ്രായം തന്നെയാണ് യോഗത്തിൽ പങ്കുവച്ചത്. അതുപോലെ തന്നെ കോൺഗ്രസിനെതിരെയും മറ്റ് ഘടക പാർട്ടികൾക്കെതിരെയും രൂക്ഷമായ വിമർശനവും യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. JDU മത്സരിച്ച 7 മണ്ഡലങ്ങളിൽ 7ലും കനത്ത പരാജയമാണ് സ്ഥാനാർത്ഥികൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളും, അതായത് വടകര, നേമം, അതുപോലെ തന്നെ അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ UDF-ലെ മറ്റ് ഘടകകക്ഷികൾ, അതായത് കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള പാർട്ടികൾ വോട്ടുകൾ മറ്റ് പാർട്ടികൾക്ക് മറിച്ചു നൽകിയെന്നുൾപ്പെടെയുള്ള ആരോപണവും യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. യോഗം അല്പസമയത്തിനകം അവസാനിക്കും. അതിനുശേഷം MP വീരേന്ദ്രകുമാർ മാധ്യമങ്ങളെ കാണും. കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. കൈരളി TV ഒരുക്കുന്ന മെഗാ ഷോ ഉത്സവ് 2016 നാളെ വൈകിട്ട് 6 മണിക്ക് കുറ്റപ്പുഴ ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും. തന്റെ ജീവന് കോൺഗ്രസ് നേതാവിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ജിഷയുടെ അച്ഛൻ പാപ്പു. ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് പരാതി നൽകിയതാണെന്നും പരാതി പിൻവലിക്കുമെന്നും അദ്ദേഹം പീപ്പിൾ TVയോട് പറഞ്ഞു. കോൺഗ്രസ് നേതാവ് PP തങ്കച്ചനെതിരെ പരാതി നൽകിയ ജോമോൻ പുത്തൻപുരയ്ക്കലിനെ തനിക്കറിയില്ല. തന്നെ ചതിച്ച്
കോൺഗ്രസ് നേതാവ് സുനിലും പോലീസ് ഉദ്യോഗസ്ഥൻ വിനോദും ചേർന്നാണ് ജോമോനെതിരെ പരാതി നൽകിയത്. എൻ്റെ വാർഡ് മെമ്പർ സുനിൽ, എൻ്റെ വാർഡ് 1-ാം വാർഡിൽ വാർഡ് മെമ്പർ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് ജയിച്ചവൻ, എൻ്റെ വീടിൻ്റെ പാടത്തിന് അക്കരെയുള്ള ഒരു വിനോദം, ഞാൻ സർക്കിൾ ബസ് ഡ്രൈവറാണെന്നോ അവിടെ പോലീസാണെന്നാലും ഇവർ രണ്ടുപേരും വന്ന് എന്നോട് പറഞ്ഞു, പാപ്പച്ചേട്ടാ ഈ ജോമോനെതിരെ ഒരു പരാതി കൊടുക്കണം. ഐജിനെ പോയി കണ്ടു, പരാതി കൊടുത്തു. തിരിച്ചു വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 1000 രൂപ എടുത്ത് തന്നു സുനിൽ. 1000 രൂപ തന്നപ്പോൾ ഒരു ചായ പോലും തരാത്ത വ്യക്തി, ഈ സംഭവത്തെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്താത്ത വ്യക്തി 1000 രൂപ തന്നപ്പോൾ എനിക്ക് ഡൗട്ടായി. ഈ കള്ളത്തരം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ചതിക്കപ്പെട്ടുവെന്ന് തുറന്നു പറഞ്ഞതാണ് ജീവന് ഭീഷണിക്ക് കാരണമെന്നും പാപ്പു പറയുന്നു. എന്നെ നിർബന്ധിച്ച് പറഞ്ഞല്ലേ ഞാൻ അത് ഒപ്പിട്ട് കൊടുത്തത്. അതാണ് ഇവർക്ക് എന്നോട് ദേഷ്യം. ഞാൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞാലാണ് ഇവർക്ക് എന്നോട് ഇവർ അന്വേഷിച്ചെടുക്കണത്. അതാണ് എനിക്കിപ്പോഴും പേടിയാതാ. എനിക്ക് ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും എന്തു സംഭവിക്കാം. ജോമോൻ പുത്തൻപുരക്കലിനെതിരായ പരാതി പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇതായിരുന്നു. ജോമോൻ പുത്തൻപുരയിൽ നേരിട്ടൊന്ന് കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പരാതി പിൻവലിക്കും. കാരണം എൻ്റെ മകളുടെ കേസ് കഴിക്കാനാണല്ലോ അയാൾ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പോൾ അയാളെ ഒതുക്കിയത് എന്നെ കൊണ്ടല്ലേ. തങ്കച്ചിനെതിരായ ജോമോൻ പുത്തൻപുരക്കലിന്റെ പരാതി മറികടക്കാൻ കോൺഗ്രസ് നേതാവും പോലീസ് ഉദ്യോഗസ്ഥനും ഇടപെട്ടു എന്നത് ദുരൂഹമാണ്. ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകാത്തത് കൂടുതൽ സംശയങ്ങൾക്ക് ഇടയാക്കുന്നു. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. മുതിർന്ന CPIM നേതാവ് VS അച്യുതാനന്ദൻ ഔദ്യോഗിക വസതിയായിരുന്ന കന്റോൺമെന്റ് ഹൌസ് ഒഴിഞ്ഞു. രാവിലെ 11 മണിയോടെ വാടക വീട്ടിലേക്ക് താമസം മാറ്റി. തിരുവനന്തപുരം തമ്പുരാൻമുക്കിലേക്കാണ് താമസം മാറ്റിയത്. കുടുംബാംഗങ്ങളോടൊപ്പമാണ് VS പുതിയ വീട്ടിലേക്ക് പോയത്.